ദിവസങ്ങൾ ഉണ്ടായിരുന്നല്ലേ നോബേ? ആ സമയത്തൊക്കെ ഊണിലും ഉറക്കത്തിലും താൻ ചേർത്ത് പഠിക്കുന്ന തന്നോടൊപ്പമുള്ള ഈ ഒരു പ്രസ്ഥാനത്തെ കൊണ്ടുപോവുക, കൊല്ലക്കാര് ഒരു മാതൃകയെങ്കിലാവുക, കൊല്ലത്ത് ഒരുപാട് ബിസിനസ് ഉണ്ടാവുക, ഏറ്റവും എന്താ പറയുന്നത് കൊല്ലത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് ആഹോരാത്രം പണിയെടുത്തതിൻ്റെയാണ് നിങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്നവരെല്ലാവരും. സോ വി ഷുഡ് ഗിവ് എന്താ പറയുക, നല്ലൊരു കയ്യടി രാജീവിന് കൊടുക്കണം. അതായത് മാംഗ്ലൂരിൽ നിന്ന് ചെയ്യാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവരും അത് കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ഒരുപാട് ക്ലാസുകൾക്കും എന്താ പറയുക മോട്ടിവേഷൻ സർവർ ഇരിക്കുന്ന യൂസറാണ്, അത് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനി യൂസറാണ്, അതിലെ പ്രധാന ജീവനക്കാരുള്ള യൂസറാണ്. അപ്പൊ ഗവൺമെന്റ് പറ്റിയുള്ള രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ അതിലൂടെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അതിന് പകരം എന്താണ് ഒരു സൊല്യൂഷൻ? ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റാർട്ടപ്പുകൾക്കുമായി ഗവൺമെന്റ് ഒരു കോമ്പറ്റീഷൻ തുടങ്ങുന്നു. ആദ്യ റൗണ്ടിൽ എനിക്ക് തോന്നുന്നു 20 ലക്ഷം രൂപ ഫസ്റ്റ് കിട്ടുന്നു. അതിൽ 100-200 കമ്പനി തിരഞ്ഞെടുത്ത് കൊല്ലത്തിൽ നിന്നും വന്ന കടപ്പുറത്ത് ജീവിച്ച സാധാരണക്കാരനായ വളരെ ലളിതമായ ജീവിതത്തിലുള്ള ജോലി സെബാസ്റ്റ്യൻ നേതൃത്വമുള്ള കമ്പനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് വരുന്നു. അതിനുശേഷം 2 കോടി രൂപ പ്രൈസ് മണി നേടിക്കൊണ്ട് ആ പ്രോജക്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ് ടെക്നിഷ്യൻ. അതിൽ 1ാം ഗിഫ്റ്റായിട്ട് ക്ലിയർ കിട്ടി കഴിഞ്ഞ ആഴ്ച ലോഡ് അടിച്ചു. അതായത് സൂപ്പർ മാർക്കറ്റ് പോലെ കേരളത്തിൽ അതിഭയങ്കരമായിട്ട് കയറിയാണ്. ഇന്ന് ചെറുപ്പക്കാരുടെ ഈ സംരംഭം പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു, പിള്ളസാധനം ലോഞ്ച് ചെയ്തു. ഇനിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൊല്ലത്തിന്റെ പഴയ വ്യവസായ ഒരു കാലത്ത് കൊല്ലത്ത് നിന്നും ശ്രീലങ്കയുടെ കപ്പൽ സർവീസ് ഉണ്ടായിരുന്നു. സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കാഷ്യൂലൊക്കെ ഏറ്റവും പ്രശസ്തമായിരുന്നു. ചവറ പ്രീമോ പൈപ്പ്, സെറാമിക്സ്, ഒരുപാട് സാധനങ്ങളായിരുന്നു. ആ കാലഘട്ടം തിരിച്ചു വരാൻ പാടില്ല. പക്ഷേ സ്റ്റാർട്ടപ്പുകളുണ്ട്. ഞാനൊരു ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ സ്റ്റാർട്ടപ്പാണ്. ഇന്നത് നിങ്ങൾ രണ്ടുപേരും ചേർന്നായിരിക്കും ലോഞ്ച് ചെയ്യുക. അതേപോലെ ധാരാളം സ്ഥാപനങ്ങൾ വരികയാണ്. അപ്പോൾ കൊല്ലം ജില്ലയുടെ പഴയ പ്രധാന നമ്മൾ പിടിച്ചു പിടിക്കണം. അതിനോടൊപ്പം കേരള സ്റ്റാർട്ടപ്പ് ഗ്യാരേജ് എന്ന ഒരു പ്രസ്ഥാനം ശ്രീ അനൂപ് തുടങ്ങി വെച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാകണം. കേരളത്തിൽ ഈ വർഷം 100-ലധികം സ്റ്റാർട്ടപ്പാണ് 14 ജില്ലകളിൽ പ്രധാനമാകുന്നത്. മില്യൺ ഇൻവെസ്റ്റ്മെന്റുകൾ, ധാരാളം തൊഴിലവസരങ്ങളുണ്ടാകും. അന്യ സംസ്ഥാനം ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുറച്ച് ഡീപ് ടെക് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓപ്പൺ സോഴ്സിലെ കുറച്ച് ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഓപ്പൺ സോഴ്സിൽ കുറച്ച് കാലമായിട്ടുള്ള ആ കോൺട്രിബ്യൂഷൻസ് 2009 ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്റെ ബാക്ക്ഗ്രൗണ്ടും വീഡിയോ കോൺഫറൻസിംഗ് ആണ്. ഞാൻ 2000 ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ തൊട്ട് വീഡിയോ കോൺഫറൻസിംഗിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ സ്റ്റാർട്ടപ്പും വീഡിയോ കോൺഫറൻസിംഗിലാണ് വന്നത്. ആ ഓപ്പൺ സോഴ്സിലെ കോൺട്രിബ്യൂഷൻസ് കണ്ട് ഇത് ആവശ്യമുള്ള ഈ ടെക് സ്റ്റാക്ക് ആവശ്യമുള്ളവര്, ഞങ്ങളുടെ ടെക്നോളജി സ്റ്റാക്ക് ആവശ്യമുള്ള കുറച്ച് കമ്പനികൾ, അതായത് വീഡിയോ കോൺഫറൻസിംഗ് സർവീസ് നടത്തുന്ന ഈ സൂം ഒക്കെ വീഡിയോ കോൺഫറൻസിംഗ് സർവീസ് കമ്പനിയാണ്. അപ്പൊ അങ്ങനെയുള്ള ചില കമ്പനികൾ അവര് പല നേരിട്ട് വീഡിയോ കോൺഫറൻസിംഗിൽ അല്ലെങ്കിൽ പോലും ടെലിമെഡിസിൻ, റിമോട്ട് ഹെൽത്ത് കെയർ അങ്ങനത്തെ മേഖലയിലൊക്കെ വീഡിയോ കോൺഫറൻസിംഗ് ആവശ്യമുള്ളടുത്ത് നമ്മുടെ ഇന്റഗ്രേറ്റ് ചെയ്ത്, നമ്മുടെ ടെക് സ്റ്റാക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് ഞങ്ങള് 2009 നമുക്ക് റവന്യൂ ഉണ്ട്. ഞങ്ങൾ തുടങ്ങിയപ്പോൾ തൊട്ടേ റവന്യൂ ഉണ്ട്. ആ റവന്യൂവില് ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് ഈവൻ ഐ ഡോണ്ട് ഹാവ് എനി മണി ടു ഇൻവെസ്റ്റ്. നിങ്ങൾക്ക് ഞാനൊരു കമ്പനിയിൽ എംപ്ലോയി ആയിട്ട് എന്റെ അവസാനത്തെ സാലറി ഒരു പക്ഷേ മന്ത്ലി ഒരു 2006 75,000. ആ സാലറിയിൽ ഒരു ഫാമിലി റൺ ചെയ്യാന്നതിനപ്പുറം ഒരു ഇൻവെസ്റ്റ്മെന്റിനുള്ള സ്കോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്കൊരു ഐഡിയ വേണം, ഐഡിയ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് അറിവ് വേണം. അതുപോലെ നമുക്കത് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് കൂടെ നിൽക്കാനായിട്ടും ആൾക്കാർ വേണം. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം, ഞാനിപ്പോൾ ഈ പറയുന്ന ഐഡിയ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് വെച്ച് എങ്ങനെയോ ഡൈവേർട്ട് ചെയ്ത് സംരംഭം ഗ്രൂപ്പിൽ വന്നുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നാട്ടുകാരെല്ലാവരും കൂടെ എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞ് ഇപ്പം എന്നെ പിടിച്ച് സെല്ലിൽ പൊട്ടിയിട്ടാണ്. കാര്യം അങ്ങനെയായിരുന്നു. എൻ്റെ പല ഐഡിയാസും കേൾക്കുമ്പോഴത്തേക്കും നീ ഇതെന്തൊക്കെ പറയുന്നത്, ഇതൊക്കെ നിനക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ, ജോലിക്ക് പോയാൽ പോലെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു ഗ്രൂപ്പിലായിരുന്നു ഞാൻ. അപ്പൊ അതിൽ നിന്നൊന്ന് മാറി ഞാൻ പേജിൽ എഴുതാൻ തുടങ്ങി. എനിക്ക് കുറച്ചുപേരെ പരിചയം കിട്ടി. ഇവരൊക്കെ ആയിട്ട് ഓരോരോ ആശയങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു സ്പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ എന്താണോ അങ്ങോട്ട് പറയുന്നത് അതിന് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് ബൗൺസ് ചെയ്ത് ഇരട്ടിയാക്കി അവരിങ്ങോട്ട് തരും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ കിടന്ന് അങ്ങനെയാണ് അതൊരു ബിസിനസ് ആയിട്ട് മാറുന്നത്. അപ്പം നമുക്ക് KSTയിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഒരു സംരംഭം ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ ജസ്റ്റ് ആഗ്രഹം മാത്രം, ഒന്നും അറിയില്ല, ഇനി എന്തെങ്കിലും ചെയ്യുമോ എന്നറിയില്ല, ചെയ്യാൻ പേടിയുള്ളവർ, ഇങ്ങനെയുള്ളൊരു വലിയൊരു കൂട്ടം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്.
എല്ലാവർക്കും സെയിം ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് കാണിക്കുന്നത് ഫ്രം വെദർ ഇറ്റ് ഇസ് എ സ്മോൾ വില്ലേജ് ഓർ ഫ്രം എ ബിഗ് പ്ലേസ് ഹി ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾസ്. അദ്ദേഹം went on to become the largest biscuit company in Asia. അദ്ദേഹത്തിൻ്റെ ambition was to become the largest in the world. ആ ambitionലുള്ള enemies are that created this tragedy. Unfortunately, that is part of the നിങ്ങൾ എല്ലാവരും once you grow up, these are things that will actually happen to all of you. It is part of that growing up. അപ്പോൾ നമ്മൾ when you are in a particular situation, if a case comes, if an allegations comes, if you are going to get afraid of it, don't get into the door. It is better not to get in. There is equal amount of pressures when you don't have it or when you actually get into that position. Eppozhum people will be talking about you. There will be a lot of allegations, rumors, people harassing you. Adellam are part of your life, but that is part of your growing up. ഞാൻ എപ്പോഴും പറയും, the more allegations that I hear, I know that I am more important. More people are talking about me, that means that you should understand, anybody talking about you, 90% is always bad about you. It doesn't matter. The fact is that you matter, and that is most important that happens. When I go to America, all the people in the dried fruits and nuts gets email against me and everything. It's like a advertisement for me, because by the time I call them, they already know that I am there. കസ്റ്റമർ സപ്പോർട്ട് ടീം നമ്മുടെ ആദ്യത്തെ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അതിന് തൊട്ടടുത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ അവർക്ക് ഡെലിഗേറ്റഡ് ചാർജിംഗ് പോയിന്റ് ഇല്ല. അപ്പോൾ അവർ ഇവിടെ വരും. പിന്നെ ടെക്നോ പാർക്കിലെ ഫ്ലീറ്റ്, EV ഫ്ലീറ്റ്, അവർ ഇവിടെ നിന്നാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ ബാക്കി കസ്റ്റമേഴ്സ്. അപ്പോൾ അതൊരു പൊട്ടൻഷ്യലാണ്. നമ്മൾ എവിടെയാണ് പറ്റുന്ന ആ ഒരു ലൊക്കേഷന്റെ പൊട്ടൻഷ്യലിറ്റി വെച്ചിട്ടാണ് നമ്മൾ റവന്യൂ വേരി ചെയ്യുന്നത്. വളരെ സന്തോഷം. അനൂപ് ജോസിനും രാജീവ് ചേട്ടനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇത്രയും എഫേർട്ട് എടുത്ത് ഇതിനെ ഗ്രോ ചെയ്യിപ്പിക്കുന്നതിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമ്മുടെ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റത്തിന് അവർ നൽകുന്നുണ്ട്. ഇനിയും നമ്മളെല്ലാവരും ചേർന്ന് ഇനിയും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനുമുണ്ട്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്ത് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഒരുപാട് നെറ്റ്വർക്കിംഗ് സാധ്യതകൾ തരുന്ന ഒരു ഗ്രൂപ്പാണ് KSG കൂടാതെ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. പക്ഷെ KSG എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ചാൽ 2 years മുന്നേ വരെ ഞാൻ ഒരു കമ്മ്യൂണിറ്റീസിലും ഒരു ഇവൻറ്റിലും ഒരു നെറ്റ്വർക്കിംഗ് സെഷൻസിനും പോവാതിരുന്ന ആളാണ്. എന്തിനാണ് പോകുന്നത്? നമുക്ക് നമ്മുടെ ബിസിനസ് നോക്കി ഇരുന്നാൽ പോരെ എന്നുള്ളൊരു ചിന്തയുള്ള ഒരാളായിരുന്നു. കൂടാതെ അനൂപ് ജോസ് പറഞ്ഞ പോലെ അത്യാവശ്യം സ്റ്റേജ് ഫിയറും ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും എല്ലാമായിട്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ 2 years മുന്നേ ഞാനൊരു ഡിസിഷൻ എടുക്കുകയാണ്. ഐ വാണ്ട് ടു സീ സം ചേഞ്ചസ് ഇൻ മീ. അല്ലെങ്കിൽ ഞാൻ എന്നെ കുറച്ച് സെൽഫ് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡിസിഷൻ എടുക്കുകയാണ്. ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന മീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ KSG ട്രിവാൻഡ്രം ഫസ്റ്റ് മീറ്റപ്പ് ആയിരുന്നു. അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്ന കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്റർപ്രണേഴ്സും പിന്നെ കുറേ എന്റർപ്രണർ ആവണമെന്ന് ആഗ്രഹത്തോടെ വന്നിട്ടുള്ള കുറച്ച് യങ്സ്റ്റേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരും കൂടെ ഉള്ളൊരു മീറ്റപ്പ് ആയിരുന്നു അത്. One Mr. Raj Mohan Pillai sir, and he is an Indian businessman, and he started his business in his age of 80. And he is the chairman of Beta Group, and I welcome Raj Mohan Pillai sir. And the next one is I am welcoming Climate Hari Kumar, and he is the one and only the honor of the medical system. Today his medical company is launching a new project with Liberia, and we welcome you, Hari Kumar. And the next one, now we heard about Arun R.S. Chandran, the CEO of Neonics. Welcome, Arun. And here, why we are here, that's the main one thing. So here I am welcoming Mr. Augustus Jonathan Flora. Is it right? Yes. Yeah, he's a honorable former property minister, economic in Liberia, and the CEO of, I think the pronunciation is not right, I'm not sure, but Grossman Inc. Is it right?
Goosey man. Goosey man. Yeah. So I'm welcoming Mr. Augustus to this panel. And here welcoming Celia C.K. Plemo of Learning and Lead Organization. We welcome you, ma'am. Here I will give you the mic and you can introduce yourself. We are basically in the food company. We are the largest in food commodities in the world. One is in cashews, the other is coconut milk, coconut water, which we produce out of Thailand. We are the second largest listed food company. We own the second largest food company in Thank you. Thank you. CEO of Gossima from Liberia. I am also a former government official. I'm very pleased to be here. So I've come from transition from government back into private sector. Oh, great. So we're doing a lot of business consulting and business development, networking, connections, and through that we have our friends here, Arungu and the team, who've been working with us between Liberia, Africa, and India. ഇവിടെ എത്തിയിരിക്കുന്നത് Just let me speak in Malayalam. Yes. Okay. എൻ്റെ പേര് അരുൺ ആർ എസ് ചന്ദ്രൻ. ഞാൻ നിയോണിക് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കോ-ഫൗണ്ടറാണ്, ഇപ്പോൾ CTO ആണ്. ഞങ്ങളുടെ കമ്പനി കസ്റ്റം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്സ് ആണ് ചെയ്യുന്നത്. കൂടുതലും റീറ്റെയിൽ, എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിലുള്ള പ്രൊജക്ട്സ് ആൻഡ് പ്രൊഡക്ട്സ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. കസ്റ്റമർ ലോയൽറ്റി പോയിന്റ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വൈഡർ സെഗ്മെന്റിൽ കസ്റ്റമർ എൻഗേജ്മെന്റ് സൊല്യൂഷൻസ് അതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്ട്സ് ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ വി ഹാവ് ക്ലൈന്റ് പ്രസൻസ് വന്നിട്ട് ആഫ്രിക്കയിലെ ഒരു 5 കൺട്രീസിലുണ്ട്, ആൻഡ് മിഡിൽ ഈസ്റ്റ്, USA ആൻഡ് ഫ്രാൻസ്, പിന്നെ ഓഫ് കോഴ്സ് ഇന്ത്യ. ഇത്രയാണ് നമ്മുടെ ക്ലൈന്റ് പ്രസൻസ് ഉള്ളത്. ഞങ്ങളൊരു 15 പേരുള്ള ചെറിയ ഒരു കമ്പനിയാണ്. ടെക്നോപാർക്കിലാണ് ഞങ്ങളുടെ ഓഫീസ്. എൻ്റെ പേര് ഹരി. ഞാൻ ക്ലിയോബർട്ട് മെഡിക്കൽ സിസ്റ്റംസിൽ നിന്നാണ്. ഞാൻ കമ്പനിയുടെ ഒരു ഡയറക്ടറാണ്. ഞങ്ങൾ സർജറി സമയത്ത് ഇൻഫെക്ഷൻ, നമ്മൾ 3-4 ലോക രാജ്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഈ ഒരു സർജറി നടക്കുന്ന സമയത്ത് 100 സർജറി നടക്കുമ്പോൾ 44 സർജറികളെങ്കിലും ഇൻഫെക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊരു കണക്ക്. അപ്പോൾ ഇത് ഒരു വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം കൂടുതലാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടുന്ന ഡിസ്പോസിബിൾ തുണിത്തരങ്ങളുടെ ഉൽപ്പന്നങ്ങൾ സർജറി ടെക്സ്റ്റൈൽ എന്ന് പറയും. സർജറി ടെക്സ്റ്റൈൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കൊല്ലം ജില്ലയിലെ ആദ്യത്തെ മെഡിക്കൽ ഡിവൈസ് മാനുഫാക്ചറിംഗ് ലൈസൻസ് കിട്ടിയിട്ടുള്ള കമ്പനിയാണ്. ഞങ്ങൾ ക്ലാസ് എ, ക്ലാസ് ബി ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ് ഉള്ള കമ്പനിയാണ് കൊല്ലം ജില്ലയിൽ. രാജ്മോഹൻ സാറിന്റെ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ചോദിച്ചത് രാജൻ പിള്ളയെ കുറിച്ചാണ്. സോ എല്ലാവർക്കും അറിയേണ്ടത് വീഴ്ചയിൽ നിന്നുള്ള പാഠങ്ങളും അതിൽ നിന്നുള്ള ഉയർച്ചയുമാണ്. സാർ അതിനൊരു നല്ല മറുപടി പറഞ്ഞു. നിങ്ങളായിരിക്കുക, എന്ത് പ്രശ്നങ്ങളും വരും, നമ്മൾ വളരുന്തോറും നമ്മളെ ശ്രദ്ധിക്കാൻ ഒരുപാട് പേരുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മളെ കുത്താനും ഒരുപാട് പേരുണ്ടാവും. അവിടെയൊക്കെ നമ്മളായിരിക്കുക. സോ ഞാൻ ഹരിയിലേക്ക് മൈക്ക് കൊടുക്കുകയാണ്. ഹരി എങ്ങനെയാണ് ഹരിയുടെ ഒരു വീഴ്ചയിൽ നിന്ന് ഈ ഒരു കമ്പനിയിലേക്ക് വന്നത്? There will be barriers, and that's why we all need to fix our minds, because we've already said infrastructure challenges are there, capacity is a challenge on the ground. We've talked about in some instances policy environment is also a challenge. Far smaller than Kerala in terms of the state population. Very small country in population, but the land space might be almost the same size as Kerala. So in terms of land space, we have a lot of land space, but underutilized. So issues in agriculture is you're doing a lot of production here. We have a country where we have agriculture as a space that we could expand. So if you look at Liberia and look at Liberia as a hub, and you look at that hub and link it to the population, 1.4 billion people in Africa. In the region where Liberia exists, about 400 million people in that region. So there are lots of population over there with a lot of opportunities that we are looking at, whether agriculture, whether it's in health, whether it's in education, infrastructure, like the young guys there who are doing water purification.
finding quality water which contributes towards health, the improvement of life. I have a water company as well. Oh, great. In Liberia. So these are things that we can use our strength and be able to do more. So I think building on what you want to do, and Chairman have been able to move through that pathway many years ago, have gone to Africa, have done some business. Neil Nick has gone to Africa, now doing some business there. You can do same. You can come to Africa and do You are business welcoming there. all people to come to Africa. I'm inviting a lot of people to come. So we do a You lot of you are getting a great opportunity to go to Africa and you have good competitor in water manufacturing company also. You are getting the 3 youngsters getting a good opportunity in Africa to become, and he also need whenever we know that we have the companions. രാജീസാണ് അന്ന് ആ ഒരു സ്റ്റാർട്ടപ്പ് മിഷന്റെ മീറ്റപ്പിന് കിട്ടിയതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു എൻ്റെ ഒരു എന്താണ് അതെ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു അതാണ് സാറിനെ പരിചയപ്പെടാനും ഈ KSGയിലൂടെ വന്ന് സംസാരിക്കാനും പറ്റിയത്. കുറച്ച് സമയമെങ്കിലും ഇവിടെ എനിക്ക് ഒരു വേദിയിരിക്കാൻ പറ്റിയത് അതൊരു ഉത്തരവാദിത്തമായി കഴിയുന്നു. അടുത്ത വർഷം KSGയുടെ ഒരു മീറ്റപ്പ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ സക്സസ് സ്റ്റോറിയായിട്ട് വരുന്നതായിരിക്കും. Especially I welcome you from Liberia. ഇന്നലെ രാത്രിയിലാണ് ഞാൻ ഇതിന് വരണോ വേണ്ടിയെന്ന് ഫൈനലി തീരുമാനിച്ചത്. മറ്റു പ്രോഗ്രാമുകളെല്ലാം മാറ്റി വെച്ചിട്ട് വരണമെന്ന് ഞാൻ തീരുമാനിച്ചു. എല്ലാം എനിക്കിവിടെ അറിയുന്നത് ശ്രീകല ചേച്ചികളെ ഒരുപാട് അറിയാം. ഒരുപാട് എന്താ പറയുക മീറ്റിങ്ങുകൾ നമ്മൾ പങ്കെടുക്കുന്നത്. ഓരോ മീറ്റിങ്ങുകളും വെറും കാര്യകാരണങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പോകുന്നതാണ്. പക്ഷെ ഇന്ന് ഇവിടെ വന്ന ഒരാൾക്ക് അതൊരിക്കലും അതൊരു നഷ്ടമാകില്ല എന്നുള്ളത് ഫസ്റ്റ് തുടങ്ങിയ എയുടെ ക്ലാസ് മുതൽ നമ്മൾ അറിയേണ്ട ക്രൗഡ് ഫണ്ടിങ് മുതൽ ഏഞ്ചൽ ഫണ്ടിങ് മുതൽ തിരിച്ചത് കഴിഞ്ഞിട്ട് ലൈഫിൽ ഒരുപാട് അനുഭവങ്ങളുള്ള രാജ്മോഹൻ സാറിന്റെ ക്ലാസ്, അതിനേക്കാൾ ഉപരി ടെക്നോളജീസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിനും ആ ടെക്നോളജീസ് എന്തൊക്കെ മാറ്റം തരുന്നു എന്നുള്ള ക്ലാസ്, അവിടെയൊക്കെ ഞാൻ പുള്ളി പറഞ്ഞ ഒരു വേർഡാണ് എടുക്കുന്നത്. അഡോപ്ഷൻ ഒരു ഓൺടർപ്രണറിന് അത്യാവശ്യമാണ്. അഡോപ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് അത്യാവശ്യം. പുള്ളി പറഞ്ഞ വലിയ ടെക്നോളജി വന്നപ്പോൾ ഞാൻ ഇരുന്ന് ആലോചിക്കുമായിരുന്നു, ഞാൻ വിൽക്കുന്നത് ചോറും കറിയും ഐസ്ക്രീമും എന്താണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പൊ ഞാനൊരു ഓൺടർപ്രണർ അല്ലേ, എനിക്ക് നാളെ ഒരു ഡെവലപ്മെന്റ് ഇല്ലേ, എനിക്കിത് ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിക്കുന്നിടത്താണ് രാജൻ സാർ വന്നത്. നമ്മൾ ഇതൊക്കെ കഴിച്ചാലേ തലയ്ക്കകത്ത് വല്ലത് കയറത്തുള്ളൂ, ബുദ്ധി വരണോ. അപ്പോൾ അഡോപ്ഷൻ നമുക്ക് നീഡഡ് ആണ്. ആ അഡോപ്റ്റ് ചെയ്യുന്നതിൽ വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നിടത്താണ് ഗുഡ് ഓൺട്രപ്രണർ ഉണ്ടാകുന്നത്. സംരംഭകനാവാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ആ സംരംഭകൻ വ്യത്യസ്തനാവുന്നത് ഇവിടെ എല്ലാവരും ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഈ മക്കളുടെ ഈ ഒരു വെള്ളം ഞാൻ വേറെ പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. വീഡിയോ എടുക്കുകയാണ്, നമ്മൾ വർത്തമാനം പറയണ്ടേ.